ഹായ്, എല്ലാവരും ഓണമൊക്കെ നന്നായി ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് മെല്ലെ പഠിക്കാൻ തുടങ്ങാം. നെക്സ്റ്റ് ചാപ്റ്റർ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. പവർ 2 ആയിട്ടുള്ള ഇക്വേഷൻസിനെയാണ് നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഞാൻ എപ്പോഴും ക്ലാസ്സിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, തന്നെ നിൽക്കാൻ പറ്റാത്തൊരു ചാപ്റ്ററാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് സെക്കൻഡ് ഡിഗ്രിയിലൂടെ ചോദിക്കാം. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. അരിത്തമെറ്റിക് സീക്വൻസ് നിന്റെ ക്വസ്റ്റ്യൻസ്, അതേപോലെ സർക്കിൾസിലത്തെ ക്വസ്റ്റ്യനും സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിലൂടെ ചോദിക്കാം. ജോമെട്രി ആൻഡ് ആൾജിബ്രയിലെ ക്വസ്റ്റ്യനും സെക്കൻഡ് ഡിഗ്രിയിലൂടെ ചോദിക്കാം. എവിടെയും എക്സ് കണ്ടുപിടിക്കൂ എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് കാണാം. ഫസ്റ്റ് പാർട്ടാണ് ഇന്ന് ടീച്ചർ എടുക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. ദിസ് ഈസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 1 added to the product of 2 consecutive even numbers gives 289. What are the numbers? Question നന്നായിട്ടൊന്ന് വായിക്കുക. 1 added to the product of 2 consecutive even numbers gives 289. What are the numbers? നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. ഫസ്റ്റ് ഈവൻ നമ്പർ എക്സ് എന്ന് എടുത്താൽ നെക്സ്റ്റ് ഈവൻ നമ്പർ വിൽ ബി എക്സ് പ്ലസ് 2. ഓഡ് നമ്പേഴ്സിനും സെയിം പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ ചെയ്യുക. ഓഡ് നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസും 2 ആണ്, ഈവൻ നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസും 2 ആണ്. അപ്പോൾ ഫസ്റ്റ് ഈവൻ നമ്പർ let it be x. Then what will be the next even number എന്തായിരിക്കും? x plus 2. Then എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? the product of 2 even consecutive even numbers. അടുത്തടുത്തുള്ളതാണ്, അതുകൊണ്ടാണോ നമ്മൾ x ഉം x plus 2 എടുത്തത്? അതിന്റെ product, that is x into x plus 2. And 1 must be added to that product. Correct. Then 1 add ചെയ്യാൻ പറഞ്ഞു, നമ്മൾ 1 add ചെയ്തു. The result is 289. നമ്മൾ എഴുതി 289. Just open the bracket and write the second degree equation. X into x square plus 2 into x 2x plus 1 is equal to 289. We have to find out the x from this second degree equation. ഇതിപ്പോ ആൾജിബ്രയാണ്, നമുക്കറിയാം. ഇത് ടീച്ചർ ജോമെട്രിയിലൂടെ കാണിച്ചു തരികയാണ്. എങ്ങനെ ഇത് ജോമെട്രിക്കൽ വേയിലേക്ക് കൺവേർട്ട് ചെയ്ത് എക്സിനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇനി ടീച്ചർ ഇവിടെ പറഞ്ഞുതരാൻ പോകുന്നത്. ശ്രദ്ധിക്കും. ടീച്ചർ ഇവിടെ 4 ഷേപ്പുകൾ വെട്ടിവെച്ചിട്ടുണ്ട്. 2 സ്ക്വയേഴ്സും 2 റെക്റ്റാങ്കിളും. വലിയ സ്ക്വയറിൻ്റെ സൈഡ് എക്സ് യൂണിറ്റ്, ചെറിയ സ്ക്വയറിൻ്റെ സൈഡ് 1 യൂണിറ്റ്. ദെൻ റെക്റ്റാങ്കിൾസിൻ്റെ ലെങ്ത് എക്സ്, ബ്രെഡ്ത്ത് 1. ഇതും അതുപോലെ തന്നെ. ഇങ്ങനെ 4 പീസസ് ഇവിടെ ഉണ്ട്. നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു വലിയ സ്ക്വയർ ആയിട്ട് മാറും. ഓക്കെ, ജസ്റ്റ് ഇതൊന്ന് നമുക്ക് അറേഞ്ച് ചെയ്യാം. അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരു വലിയ സ്ക്വയറാണ് കിട്ടിയത്. ഈ വലിയ സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് ഈ കുഞ്ഞ് ഷേപ്പുകളുടെ ഏരിയക്ക് ഈക്വൽ ആവുമല്ലോ, നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. ഈ വലിയ സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് ഈ സ്ക്വയറുകളുടെ, ഈ വലിയ സ്ക്വയറിന്റെയും ഈ ചെറിയ സ്ക്വയറിന്റെയും ഏരിയയും അതേപോലെ ഈ 2 റെക്റ്റാങ്കിളിന്റെ ഏരിയയും ആഡ് ചെയ്യുന്നതാണ്. എന്താണ് ഈ വലിയ സ്ക്വയറിന്റെ ഏരിയ? സൈഡ് എത്രയാണ്? എക്സ് ആണ്. ഇതിന്റെ ഒരു ഭാഗം, then 1. അത് ആഡ് ചെയ്യുമ്പോൾ എക്സ് പ്ലസ് 1. അപ്പൊ ഈ വലിയ സ്ക്വയറിന്റെ ഒരു സൈഡ് എക്സ് പ്ലസ് 1. എല്ലാ സൈഡും എക്സ് പ്ലസ് 1 തന്നെയാണ്, സ്ക്വയർ അല്ലേ. ഇവിടെ നോക്കൂ, എക്സ് പ്ലസ് 1, എക്സ് പ്ലസ് 1, എക്സ് പ്ലസ് 1.
അപ്പൊ ഈ വലിയ സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് x+1 ഹോൾ സ്ക്വയർ. ഓക്കെ, ഇനി ഇതിന്റെ പീസസിന്റെ ഏരിയ കണ്ട് അതിനെ ആഡ് ചെയ്യുമ്പോൾ ഈക്വൽ ആവണമെന്നല്ലേ പറഞ്ഞത്? ആണല്ലോ. ഇതിന്റെ ഏരിയ ഇതിന്റെ ഈ സ്ക്വയറിന്റെ ഏരിയ x². ഈ കുഞ്ഞതിന്റെ ഏരിയ 1², ദാറ്റ് മീൻസ് 1 itself. ഇതിന്റെ ഏരിയ 1 into x, 1x. then ഇതിന്റെ ഏരിയ വീണ്ടും 1x. that means x², 1x, വീണ്ടും 1x, that means 2x. that means x² plus 2x plus 1. x+1 whole square is equal to x+1 whole square is equal to x² plus 2x plus 1. right? again ഈ വലിയ സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് ഈ 4 ഷേപ്പിന്റെ ഏരിയയ്ക്ക് ഈക്വൽ ആണ്. റൈറ്റ്? ദാറ്റ് ഈസ് ഈ വലിയ സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് ഒരു സൈഡ് x+1 ആണ്. ദാറ്റ് മീൻസ് x+1 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു x² പ്ലസ് 1x പ്ലസ് 1x. ദാറ്റ് മീൻസ് 2x. ദാറ്റ് ഈസ് x² പ്ലസ് 2x പ്ലസ് 1. റൈറ്റ്? അതൊന്ന് നമുക്ക് ബോർഡിൽ എഴുതാം. ഇപ്പോ നമ്മൾ ആ കാർഡ്ബോർഡ് പീസൊക്കെ വെച്ച് ജോമെട്രിക്കൽ വേ ഓഫ് മെത്തേഡിലൂടെ ആൾജിബ്രയിലേക്ക് വന്നു കഴിഞ്ഞു. ദാറ്റ് മീൻസ് x+1 ഹോൾ സ്ക്വയർ is equal to x² plus 2x plus 1. നമ്മൾ മുമ്പ് പഠിച്ചതാണ്, പക്ഷെ ഇവിടെ വേണം, അതുകൊണ്ടാണ് ടീച്ചർ ഒന്നുകൂടെ പറഞ്ഞത്. നേരത്തെ നമുക്ക് എന്ത് കിട്ടിയിട്ടാണ് നമ്മൾ ഇവിടുന്ന് പോയത്? എന്തായിരുന്നു കിട്ടിയിരുന്നത്? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഫോം ചെയ്തിട്ട് പോയി. x² plus 2x plus 1 is equal to 289. ഇപ്പൊ നമുക്ക് കിട്ടിയത് എന്താണ്? x+1 ഹോൾ സ്ക്വയർ is equal to x² plus 2x plus 1. നോക്കൂ, ഈ പാർട്ടല്ലേ ഈ പാർട്ട് അല്ലേ? നോക്കൂ, this portion is this portion, which means instead of this we can substitute x+1 whole square here. right? simple. ഒന്നുകൂടെ പറഞ്ഞുതരാം. x+1 whole square is equal to x² plus 2x plus 1 എന്നാണ് നമുക്ക് കാർഡ്ബോർഡിന്റെ പീസൊക്കെ വെച്ച് കിട്ടിയത് ജോമെട്രിക്കൽ വേയില്. നമുക്ക് നേരത്തെ എന്ത് കിട്ടി? നേരത്തെ ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ വായിച്ച് ഈവൻ നമ്പർ ഒക്കെ എടുത്തപ്പോൾ എന്ത് കിട്ടി? x² plus 2x plus 1 is equal to 289. but we know that x+1 whole square is equal to x² plus 2x plus 1. that means in this second degree equation അല്ലെങ്കിൽ ഈ ഇക്വേഷനിലെ നമുക്ക് ഈ പാർട്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം by x+1 whole square. that means x+1 whole square is equal to 289. ആണല്ലോ. നോക്കി നോക്കൂ, x+1 whole square is equal to 289. ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആയി മാറി. റൈറ്റ്? that means x+1 is equal to റൂട്ട് ഇടുമ്പോ പ്ലസ് ഓർ മൈനസ് ഇടാൻ മറന്നു പോകരുത് കേട്ടോ. നമ്മളെപ്പോഴും പ്ലസ് മാത്രം അല്ല, ഇനി മുതൽ നെഗറ്റീവും കൂടി നമുക്ക് വേണം. that means plus or minus root of 289. right? that is x+1 is equal to plus or minus 17 into 17 അല്ലേ 289. റൂട്ട് എടുക്കുമ്പോ 17. that means 2 values for x. right? that is x+1 is equal to plus 17. that is x is equal to 17 minus 1, which is equal to 16. one answer. also x+1 is equal to -17. right? -17. that is x is equal to -17 and -1. here x is equal to -18. right? രണ്ട് values x ന് കിട്ടും. second degree equation x has 2 values. then it is a even number. x is equal to 17 is an even number. that is even numbers are ഒന്നുകിൽ എന്തായിരിക്കണം 16 and ഒരു 2 ആഡ് ചെയ്യണ്ടേ. x ആണ് 16 കിട്ടിയത്, x plus 2 will be 18. or ഈ ഭാഗത്ത് കിട്ടിയിട്ടുണ്ടല്ലോ, it is -18. 2 ആഡ് ചെയ്യുമ്പോൾ yes, -18 plus 2, -16. This is the answer. right?
ഇത്തരത്തില് ഉള്ള മെത്തേഡിനെ നമ്മൾ പറയുന്നത് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകുമ്പോൾ കൂടുതൽ മനസ്സിലാവും. ഓക്കെ, യെസ്, ദിസ് ഇസ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. എക്സ് സ്ക്വയർ പ്ലസ് 20x is equal to 224. 5x. കാണുമ്പോൾ വളരെ സിമ്പിൾ ആണെന്ന് തോന്നുന്നുണ്ട് അല്ലെ? ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എങ്ങനെയായിരുന്നു? സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആക്കേണ്ടിയിരുന്നു. ഇത് അങ്ങനെയൊന്നുമില്ല, നേരിട്ട് തന്നിരിക്കുന്നു, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ പോലെ തന്നെ തന്നിരിക്കുന്നു. ബട്ട് ഇവിടെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതിനെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ആദ്യം നോക്കാം. ഇവിടെ നേരത്തെ ക്വസ്റ്റ്യനിൽ നിന്ന് ചെറിയൊരു വ്യത്യാസമുണ്ട് അല്ലെ? നേരത്തെ ക്വസ്റ്റ്യനില് ഇവിടെ 3 ടേം ഉണ്ടായിരുന്നു. ഇവിടെ ഇപ്പൊ 2 ടേമേ കാണാനുള്ളൂ. ഒരു ടേം എവിടെ പോയി? ഒരു ടേം എവിടെ പോയി എന്നുള്ളത് നോക്കാൻ നമുക്ക് നേരത്തെ പോലെ തന്നെ ആ കാർഡ്ബോർഡ് കട്ടിങ്ങിലേക്ക് ഒന്ന് പോവാം. ആരാണ് നഷ്ടപ്പെട്ടത്? ഏത് പീസാണ് നഷ്ടപ്പെട്ടത്? ആ നഷ്ടപ്പെട്ട പീസിനെ ഒന്ന് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഏത് പീസാണ് നഷ്ടപ്പെട്ടതെന്ന് നമുക്കൊന്ന് ആ കാർഡ്ബോർഡിലേക്ക് തന്നെ ഒന്ന് പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. കട്ടിങ് റെഡിയാണ്. നേരത്തെ നിന്നും ചെറിയൊരു വ്യത്യാസമുണ്ട്. ഒരു സൈഡ് x+1 പകരം ടീച്ചർ ഇവിടെ x+10 ആക്കി മാറ്റിയിട്ടുണ്ട്. അത് മാത്രമേ വ്യത്യാസമുള്ളൂ, വേറെ എല്ലാം ഒരുപോലെയാണ്. എന്താ എക്സ് സ്ക്വയർ 10x 10 into 10 that means 100. ഈ വലിയ സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് x+10 ഹോൾ സ്ക്വയർ ആണ്. നേരത്തെ പോലെ തന്നെ, നേരത്തെ x+1 ഹോൾ സ്ക്വയർ നമ്മൾ പറഞ്ഞു, ഇവിടെ x+10 ഹോൾ സ്ക്വയർ ആണ്. ഒരു സൈഡിന്റെ സ്ക്വയർ ആണല്ലോ വരിക. ഓക്കെ, ഇവിടെ എന്താണ് നഷ്ടപ്പെട്ടതെന്നാണ് നമുക്ക് അറിയേണ്ടത്. എന്താണ് നഷ്ടപ്പെട്ടത് ഒന്ന് നോക്കാം. എക്സ് സ്ക്വയർ ഉണ്ട്, റൈറ്റ്, എക്സ് സ്ക്വയർ ഉണ്ട്. 10x 20x, ഈ പോർഷൻ 20x അതും ഉണ്ട്. എക്സ് സ്ക്വയർ പ്ലസ് 20x ഉണ്ട്. ആരില്ല? ഈ പീസ് നഷ്ടപ്പെട്ടു. ഈ ഒരു സ്ക്വയർ പീസ് ഇവിടുന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ പീസിൻ്റെ ഏരിയയും കൂടി അതിലേക്ക് ആഡ് ചെയ്തിരുന്നു എങ്കിൽ അതൊരു കംപ്ലീറ്റ് സ്ക്വയറായി കിട്ടിയാണ്. ഇത്തരത്തിലുള്ള ഒരു സ്ക്വയർ ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റിയേനെ. അപ്പം ഈ 3 പാർട്ടേ ഉള്ളൂ, ഈ പോർഷൻ ഇല്ല. മനസ്സിലായിണ്ടാവും വിചാരിക്കുന്നു. എക്സ് സ്ക്വയർ ഉണ്ട്, 10x 20x ഉണ്ട്, ഇസ് ഈക്വൽ ടു 224 എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു പോർഷൻ കാണാനില്ല, ഒരു സ്ക്വയർ കാണുന്നില്ല. ദാറ്റ് വി ഹാവ് ടു ബി ആഡഡ്. ഓക്കെ, കം ടു ദ ബോർഡ്. അപ്പൊ പെർഫെക്റ്റ് സ്ക്വയർ അല്ല. പെർഫെക്റ്റ് സ്ക്വയർ ആവണമെങ്കിൽ ഈ പീസും കൂടി ആഡ് ചെയ്യണമായിരുന്നു ഇതിലേക്ക്. അത് ആഡ് ചെയ്തിട്ടില്ല. പക്ഷെ നമ്മൾ ആഡ് ചെയ്യും. നമ്മൾ ആഡ് ചെയ്തിട്ട് അതിനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കിയിട്ട് വേണം നമുക്ക് എക്സ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ. അതുകൊണ്ടാണ് ഇതിനെ എന്ത് പേര് പറയുന്നത്? സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡില് നമ്മൾ പോകുമ്പോൾ ഇവിടുന്ന് കാണുമ്പോൾ തന്നെ അറിയാം, ഓൺലി 2 ടേംസ് ആർ ദർ. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് 3 ടേം വേണം. 3 ടേമില് ആരാണ് വിട്ടുപോയത്? യെസ്, 10 into 10 ദാറ്റ് ഈസ് 100 വിട്ടുപോയി. അപ്പൊ നമ്മള് ഈ സൈഡില് 100 ആഡ് ചെയ്യും. അങ്ങനെ ഒരു സൈഡിൽ മാത്രം ആഡ് ചെയ്യാൻ പാടില്ലല്ലോ, വാല്യൂ മാറിപ്പോകും. അപ്പൊ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലും ആഡ് ചെയ്ത് കൊടുക്കുന്നു, ഈക്വൽ ആക്കി കൊടുക്കുന്നു. യെസ്, ഒരു കുഴപ്പമില്ലാതെയായല്ലോ, ഒരു പ്രശ്നവും 100 2 സൈഡിലും ആഡ് ചെയ്തു. കാണുമ്പോൾ നമ്മൾ 2 സൈഡിലും ആഡ് ചെയ്തു. പക്ഷെ നമ്മളുടെ ഇന്റൻഷൻ എന്താണ്? നമ്മൾ ഇതിനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ പോവാണ്. ഇപ്പൊ നമുക്ക് പെർഫെക്റ്റ് സ്ക്വയർ ആയി കഴിഞ്ഞു. x+10 ഹോൾ സ്ക്വയർ ആയി കഴിഞ്ഞു. ആ കാർഡ്ബോർഡ് കട്ടിങ് മനസ്സിലായി നമുക്ക്. ഇത് x+10 ഹോൾ സ്ക്വയർ ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു ആഡ് ചെയ്തെഴുതാം 324. നേരത്തെ അതേ മെത്തേഡിലൂടെ തന്നെ എക്സിനെ കണ്ടുപിടിക്കാൻ ഈസി അല്ലേ? That is x+10 is equal to plus or minus 324. This x+10 is equal to plus or minus 18. Right? Then plus or minus ഇടാൻ മറന്നു പോയത്. രണ്ട് വാല്യൂസ് ഉണ്ട്. x is equal to
minus 10 plus 18, that is x is equal to 8. Or x plus 10 is equal to minus 18, x is equal to minus 10 minus 18, that is equal to minus 28. Two values are there. First, x is equal to 8 minus 10 plus 18 എടുക്കുമ്പോൾ x is equal to 8. Then x plus 10 is equal to minus 18 എടുക്കുമ്പോൾ x is equal to minus 28. ഏത് values എടുത്താലും ഈ equation satisfy ചെയ്യും. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്, അതുകൊണ്ട് 2 values are there. ഓക്കെ, ഇത്തരത്തിൽ ചെയ്യുന്നതിനാണ് നമ്മൾ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് എന്ന് പറയുന്ന പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റിയിട്ട് ചെയ്യുന്നത്. വൺ മോർ ക്വസ്റ്റ്യൻ. ഓക്കെ, ദിസ് ഈസ് ദ തേർഡ് ക്വസ്റ്റ്യൻ. A rectangle is to be made with a perimeter 100 meters and area 525 square meters. What should be the length of sides? എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആട്ടോ. പെരിമീറ്ററും തന്നിട്ടുണ്ടാവും, ഏരിയയും തന്നിട്ടുണ്ടാവും, സൈഡ്സ് കണ്ടുപിടിക്കാൻ. പെരിമീറ്റർ തന്നു കഴിഞ്ഞാൽ നമുക്കറിയാം സൈഡ്സ് എങ്ങനെ എടുക്കണം എന്നുള്ളത് അല്ലെ. അതായത് പെരിമീറ്റർ എന്ന് പറയുന്നത് 2l plus 2b ആണ്. 2 into l plus b ആണ്. അതായത് 2 ലെങ്ത്തും 2 ബ്രെഡ്ത്തും ആഡ് ചെയ്യുന്നതാണ് പെരിമീറ്റർ എന്ന് പറയുന്നത് അല്ലെ. റെക്ടാങ്കിളിന്റെ 2 ലെങ്ത്തും 2 ബ്രെഡ്ത്തും ആഡ് ചെയ്യുന്നതാണ് പെരിമീറ്റർ. അതാണ് 100 എന്ന് തന്നിരിക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് 2 into l plus b is equal to 100. That is l plus b is equal to നീളോ വീതിയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 50 ആണ് അല്ലെ. ലെങ്ത്തും ബ്രെഡ്ത്തും കൂടി ആഡ് ചെയ്ത് അതിന്റെ ട്വൈസ് ആണ് 100 എന്ന് പറഞ്ഞാൽ ലെങ്ത്തും ബ്രെഡ്ത്തും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 50. We know that. Let length x എടുത്താൽ അപ്പൊ ബ്രെഡ്ത്ത് എന്തായിരിക്കും? യെസ്, ലെങ്ത്തും ബ്രെഡ്ത്തും കൂടി ആഡ് ചെയ്താൽ 50. Length x എടുത്താൽ ബ്രെഡ്ത്ത് will be 50 minus x. Correct. 50 minus x. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ലെങ്ത്തും ബ്രെഡ്ത്തും കിട്ടി. കാരണം ഏരിയ ആണ് we have to find out. അതിന് ലെങ്ത്തും ബ്രെഡ്ത്തും ആവശ്യമാണ്. L into b ആണ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ആണ് റെക്ടാങ്കിളിന്റെ ഏരിയ. LB ആണ് 525. But we know that L is equal to x and B is equal to 50 minus x. That is x into 50 minus x is equal to 525. Just stop at it. That is 50x minus x square is equal to 525. ഒരു ഭംഗിയില്ല അല്ലെ കാണാൻ? കാരണം സ്ക്വയർ ടേം നെഗറ്റീവ് വന്നിരിക്കുന്നു. ഭംഗിയില്ലാന്ന് മാത്രമല്ല, നമുക്ക് സ്ക്വയർ കംപ്ലീഷൻ ഇവിടെ ആപ്റ്റ് ആവില്ല. എക്സ് സ്ക്വയർ മസ്റ്റ് ബി പോസിറ്റീവ്. നമുക്ക് എന്ത് ചെയ്യാം? ഒരു നെഗറ്റീവ് കൊണ്ട് എല്ലായിടത്തോണ്ട് മൾട്ടിപ്ലൈ ചെയ്തേക്കാം. എക്സ് സ്ക്വയറിനെ ഇങ്ങോട്ട് മാറ്റി എഴുതുകയും ചെയ്യാം. ഒരുമിച്ച് ചെയ്യാം. അതായത് ഒരു നെഗറ്റീവ് എല്ലായിടത്തും ആഡ് ചെയ്ത് കൊടുക്കുക. Then this will be negative 50x. നെഗറ്റീവ് വണ്ണോട്ട് രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്യണേ. അതൊന്നും എഴുതുന്നില്ല ടീച്ചർ, ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ് 525. ഇത് ഈക്വൽ സൈഡിന്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും കൊണ്ടുപോയതൊന്നും അല്ല കേട്ടോ. അതൊന്നും ആലോചിച്ച് ആരും വിഷമിക്കണ്ട. ഒന്നും ചെയ്തിട്ടില്ല. നെഗറ്റീവ് വണ്ണോട്ട് എല്ലായിടത്തും അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇയാളെ പോസിറ്റീവ് ആക്കാതെ മാത്രമേ നമുക്ക് ഉദ്ദേശമുള്ളൂ. ഇയാളെ ആദ്യം എടുത്ത് എഴുതാലോ. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ മൈനസ് 50x is equal to minus. This equation now becomes x square minus 50x is equal to minus 525. ഇനി നമുക്ക് ഏത് ടേം ആണ് വിട്ടുപോയെന്ന് നോക്കണം. നോക്കൂ, ഇവിടെ നേരത്തെ പോലെ തന്നെ രണ്ട് ടേമുകളിലും ഒരു ടേം ആഡ് ചെയ്യണം. ഏത് ടേം ആണ് ആഡ് ചെയ്യേണ്ടത് നമുക്കൊന്ന് നോക്കാം. നമുക്ക് ഇപ്പൊ കിട്ടിയിട്ടുള്ള സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എക്സ് സ്ക്വയർ മൈനസ് 50x ഇസ് ഈക്വൽ ടു മൈനസ് 525. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നോക്കൂ, രണ്ട് ടേമുകളിലും ഒരു ടേം വി ഹാവ് ടു ആഡ്. ഏത് ടേം ആണ് മിസ്സായെന്ന് അറിയില്ല. എല്ലാ പ്രാവശ്യവും നമുക്ക് ഇങ്ങനെ കാർഡ്ബോർഡ് കട്ടിങ് കൊണ്ടുപോകാൻ പറ്റുമോ എക്സാം ഹാളിലേക്കൊക്കെ? ഇല്ല. അപ്പൊ നമുക്ക് മറ്റെന്തോ ഒരു മെത്തേഡ് കണ്ടുപിടിച്ചേ പറ്റൂ. കാർഡ്ബോർഡ് കട്ടിങ് ടീച്ചർ നിങ്ങൾക്ക് വേഗം മനസ്സിലാവാൻ വേണ്ടി ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്കൊന്ന് നോക്കാം. നേരത്തെ പ്രോബ്ലം ഒന്നും കൂടി ടീച്ചർ ഇവിടെ എഴുതിയിട്ടുണ്ട്. കാർഡ്ബോർഡ് കട്ടിങ് ഇല്ലാതെ എങ്ങനെയാണ് ആ
വിട്ടുപോയ ടേം ആഡ് ചെയ്ത് കംപ്ലീറ്റ് സ്ക്വയർ ആക്കുന്ന പെർഫെക്റ്റ് സ്ക്വയർ ആക്കുന്നത് എങ്ങനെയാണെന്നാണ് ടീച്ചർ ഇവിടെ പറഞ്ഞുതരാൻ പോകുന്നത്. ജസ്റ്റ് ഒന്ന് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം നമ്മൾ കാർഡ്ബോർഡ് കട്ടിങ്ങിലൂടെ മനസ്സിലാക്കിയതാണ്. നേരത്തെ കണക്ക് എന്തായിരുന്നു? എക്സ് സ്ക്വയർ പ്ലസ് 20x = 224. നമ്മൾ ആഡ് ചെയ്തത് ആ ചെറിയൊരു പീസ് അല്ലെ, 10 × 10 എന്ന് പറയുന്ന ചെറിയ സ്ക്വയർ പീസ് എടുത്തിട്ടാണ് ഇവിടെ ആഡ് ചെയ്തത്. ഓക്കെ, അപ്പോ ഇവിടെ എക്സ് പ്ലസ് 10² എന്നൊക്കെ നമ്മൾ എഴുതി. ഈ 100 എങ്ങനെ കിട്ടി? നമുക്ക് കാർഡ്ബോർഡിൽ നിന്നാണ് നേരത്തെ കിട്ടിയത്, പക്ഷെ അല്ലാതെ എങ്ങനെ കിട്ടും? അതാണ് ടീച്ചറോട് പറയാൻ പോകുന്നത്. വളരെ ഈസിയാണ്. 100 കിട്ടും. എങ്ങനെയാന്ന് നോക്കാം. എക്സിന്റെ കോയിഫിഷ്യന്റ് എന്താണ്? 20. അതിന്റെ ഹാഫ് എടുക്കുക. അതിന്റെ ഹാഫ് എടുത്തു കഴിഞ്ഞാൽ 10ന്റെ സ്ക്വയർ എടുക്കുക. ഇത്രയേ ഉള്ളൂ. അതായത് എക്സ് പ്ലസ് a² = x² + 2ax + a² എന്നല്ലേ? അതല്ലേ ഇവിടെ ചെയ്തിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇവിടെ നോക്കുക. 2ab അല്ലെങ്കിൽ 2ax ഭാഗമല്ലേ ഇത്? അപ്പൊ 50യുടെ ഹാഫ്. 50യുടെ ഹാഫ് എത്രയാണ്? 25. Then 25ന്റെ സ്ക്വയർ 625 must be added both side. ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മള് നേരത്തെ കാർഡ്ബോർഡ് ഒക്കെ വെച്ചിട്ട് കണ്ടുപിടിച്ച ഈ തേർഡ് ടേം വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. കാർഡ്ബോർഡിന്റെ കട്ടിംഗ് ഒന്നും ഇനി വേണ്ട. നമ്മൾ എന്ത് ചെയ്യുന്നു? സെക്കൻഡ് ടൈം എടുക്കുന്നു, അതിന്റെ ഹാഫ് കാണുന്നു, അതിന്റെ സ്ക്വയർ കാണുന്നു, അത് രണ്ട് ഭാഗത്തും ആഡ് ചെയ്യുന്നു. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ജസ്റ്റ് ആഡ് ഇറ്റ്. x² - 50x + 625 = -525 + 625. നേരത്തെ അതേ മെത്തേഡിലേക്ക് പോയി. That is x² - 50x + 625 = 100. അല്ലേ? 625 നിന്ന് 525 പോയാൽ 100. That is ഇതേതാണ്? ഇതെന്തിന്റെ എക്സ്പാൻഷൻ ആണ്? ഇവിടെ നിന്ന് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെ? x² - 50x + 25² ആണിത് = 100. That means yes, ഇവിടെ മൈനസ് ആണ്, ശ്രദ്ധിക്കണം. മൈനസ് ആണ്. നേരത്തെ ഒക്കെ പ്ലസ് ആയിരുന്നു, ഇവിടെ മൈനസ് ആണെന്നുള്ള ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. ഇവിടെ മൈനസ് ആകുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? yes, x - 25 the whole square is equal to 100. Yes, that means x - 25 is equal to plus or minus root of 100. That is x - 25 is equal to plus or minus 10. Right. Second degree equation ആണ്. രണ്ട് values ഉണ്ടാവും. That is x - 25 is equal to plus 10. X is equal to 25 plus 10. That is equal to 35. X നമ്മുടെ ലെങ്ത് ആയിരുന്നു. That is L is equal to 35. B is equal to 50 minus 35. That is equal to 15. Right. Length 35 ആണെങ്കിൽ breadth will be 15. രണ്ടാമത്തെ കേസ് ഒന്ന് നോക്കണ്ടേ? Or x - 25 is equal to -10. That is x is equal to 25 minus 10, which is equal to 15. That is length is equal to 15. This b is equal to 50 minus 15. That is equal to 35. The length 15 ആണെങ്കിൽ breadth 35 ആവും. നേരത്തെ കിട്ടിയത് ലെങ്ത് 35 ആണെങ്കിൽ breadth 15 ആണ്. രണ്ടും സെയിം തന്നെയാണ് അല്ലേ? ഇപ്പൊ ലെങ്ത് നീളം കൂടിയതാവണം എന്ന് നിയമമൊന്നുമില്ല. ഒരു റെക്റ്റാങ്കിളിന് ലെങ്ത് പണ്ട് നമ്മൾ അങ്ങനെയൊക്കെ ഉള്ളൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ലെങ്ത് എന്ന് പറയുന്ന നീളം കൂടി ഇരിക്കണം, ബ്രെഡ്ത്ത് എന്ന് പറയുന്ന റെക്റ്റാങ്കിളിന്റെ ചെറുതായിരിക്കണം. അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല എന്നാണ് പുതിയ മാത്തമാറ്റിക്സ് പറയുന്നത്. ഇപ്പൊ ലെങ്ത് ചെറുതാവാം, ബ്രെഡ്ത്ത് വലുതാവാം. അങ്ങനെയുള്ള ഒരു പോസിബിലിറ്റിയാണ് ഇവിടെ കാണിച്ചത്. രണ്ടും സെയിം ആണ്, പറഞ്ഞത് രണ്ടും സെയിം ആണ്, പക്ഷെ രണ്ട് വാല്യൂസ് ഉണ്ട്. ഓക്കെ, ദിസ് ഇസ് ദി തേർഡ് ക്വസ്റ്റ്യൻ. Only one homework, please. This is the homework. One side of a rectangle is 2 meters long than the other side. Okay,
and its area is 224 square meters. What are the length of the sides? This is the question. Question നന്നായിട്ട് വായിക്കുക, ട്രൈ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ കമന്റ് ബോക്സിൽ ഇട്ടാൽ ടീച്ചർ അതിന് മറുപടി തരുന്നതായിരിക്കും. Then see you in the next class. Bye.